വെൽക്കം ബാക്ക് ടു യുവർ ഡോക്ടർ. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നമ്മോടൊപ്പം ഡോക്ടർ പി കെ രാജീവാണ്. നവജാത ശിശുക്കളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജനിച്ച് 6 മാസത്തിനുള്ളിലുള്ള കുട്ടികൾക്കുണ്ടാവുന്ന എല്ലാവിധ അസുഖങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അവരെ അത്തരത്തിൽ നിരവധി കുട്ടികളെ രക്ഷപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകർക്ക് ഡോക്ടർ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടറിലേക്ക് വീണ്ടും. ഡോക്ടർ, ഞാൻ പ്രൊഫൈലിലൂടെ പോകുമ്പോൾ മറ്റൊരു ന്യൂസ് കണ്ടത്, വയാഗ്ര യൂസ് ടു സേവ് ലൈവ്സ് ഓഫ് 2 ന്യൂ ബോൺ കിഡ്സ് ഇൻ എയിംസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് ഇതിൻ്റെ? That was a very interesting discovery. എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, May 2002 ഓക്കെ, ഒരു കുട്ടി ഒരു സൈഡ് കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്യാണ്ട് ഓൾമോസ്റ്റ് മരണത്തിനടുത്ത് ഇങ്ങനെ ഇരിക്കുക ഓൺ സൺഡേ. ഓക്കെ, അപ്പോൾ ഓക്സിജൻ ലെവൽസ് കുറഞ്ഞ് പോകും. അപ്പോൾ ഞാനിങ്ങനെ ഐ വിൽ ഗോ ടു ലൂസ് ദിസ് ചൈൽഡ്. അപ്പോൾ ഞാൻ എപ്പോഴും എക്സ്പെരിമെന്റൽ ഡാറ്റ എപ്പോഴും ഐ റീഡ് ഓൺ എക്സ്പെരിമെന്റൽ ഡാറ്റ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ മാക്സിമം നമ്മൾ വെന്റിലേറ്റർ തെറാപ്പിയും നൈട്രിക് ഓക്സൈഡ് യൂസ് ചെയ്തിട്ട് ഐ തിങ്ക് വി ലൂസ് ദിസ് ചൈൽഡ് ഇൻ അനദർ 3-4 hours. ഓക്സിജൻ ലെവൽ കുറഞ്ഞു ബ്ലൂ ആയിക്കൊണ്ടിരിക്കുക, നോ ഓക്സിജൻ. അപ്പോൾ ഞാനൊരു ആ മരുന്നിനെ പറ്റി ഇങ്ങനെ സ്റ്റഡി ചെയ്ത് ഐ തിങ്ക് വി ഷുഡ് യൂസ് ഇറ്റ് ബിക്കോസ് വേറെ ഒന്നും ഓഫർ ചെയ്യണ്ട. ഐ ഡോണ്ട് വാണ്ട് ഹിം ടു ഡൈ. ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ഞാൻ പറഞ്ഞ് ഡോസും അറിയില്ല, ഐ ഡോണ്ട് നോ ദ ഡോസ് ആൻഡ് ഐ ഡോണ്ട് നോ how it's going to work, but it is experimentally shown in some animal model that might work. Okay. അപ്പോൾ ഇങ്ങനെ ഒരു കാറ്റാസ്ട്രോഫിക് സിറ്റുവേഷനിലേക്ക് ഞാൻ പോകുന്നത് നെക്സ്റ്റ് ഫ്യൂ അവേഴ്സ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഇങ്ങനെ ഹൗ ഗെറ്റ് ദ ഡോസ്. സോ ആ ബോഡി വെയിറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ബോഡി വെയിറ്റ് വെച്ചിട്ട് 1 mg/kg വെച്ച് കൊടുത്തു. അപ്പോൾ ടു മൈ സർപ്രൈസ് ദിസ് ബേബി ആഫ്റ്റർ 3-4 hours സ്ലോലി ഓക്സിജൻ ലെവൽസ് ബിക്കേം സ്ലൈറ്റ്ലി ബെറ്റർ. അപ്പോൾ ഞാൻ അനാലിറ്റിക്കലി ഞാൻ ചോദിച്ചു, ഇസ് ഇറ്റ് because my ventilator management is getting better or the blood pressure is getting better? ഈ ഡ്രഗ് വർക്ക് ചെയ്യുന്ന കാര്യം didn't strike me immediately. അപ്പോൾ ആ കുട്ടി മെല്ലനെ ഇംപ്രൂവ് ചെയ്ത് he got out of the ventilator. അപ്പോൾ that's only hypothesis. ഒരു hypothesis. അപ്പോൾ രണ്ടാമത്തെ ബേബി വരുമ്പോൾ I am little more sensitized. I said okay, we'll diagnose the condition of this blue baby by cardiac echo. Then we'll use this drug early before he becomes blue. അപ്പോൾ അത് സക്സസ്ഫുൾ ആയി. ഓക്കെ, അതിലേക്ക് വരുന്നതിന് ഒരു പ്രശ്നം കൂടി നമ്മോടൊപ്പം ചെയ്യുന്നല്ലോ. നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ അബുദാബിന്ന് വിളിക്കുകയാണ്. ഓക്കെ, എന്റെ മോളെ 5 മാസം പ്രഗ്നന്റ് ആണ്. ഓക്കെ, ആരംഭിച്ചപ്പോ 10.5 ഉള്ള ഹീമോഗ്ലോബിൻ ഇപ്പോഴും അത് തന്നെ ഉള്ളു. വല്ല കുഴപ്പമുണ്ടോ? അല്ല, അറൌണ്ട് ലെവൽ നിൽക്കും. മെറ്റർണിറ്റി ആ ലെവൽ അറൌണ്ട് 11 ആ ലെവൽ നിൽക്കും. അത് 10.5 ഹീമോഗ്ലോബിൻ ആ ലെവലിൽ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. 5 months ആയണൊക്കെ. പക്ഷെ അതിനെക്കാട്ടി കുറഞ്ഞ ബി കെയർഫുൾ. അത് ആ കുട്ടീന്റെ ഗ്രോത്ത് ചിലപ്പോൾ ബാധിക്കും. ഗ്രോത്തിനെ ബാധിക്കും. ഇനി കുറഞ്ഞു വന്നാൽ മാത്രം. കുറഞ്ഞു വന്നാൽ ആ ലെവലിൽ തന്നെ നിൽക്കും. ആ ലെവൽ ജനറലി ഹാൻഡിൽസ് വെൽ. അത് വരും, ആ ലെവലിൽ വരും. ഓക്കെ ഓക്കെ ഓക്കെ. വെയിറ്റും കൂടുന്നില്ല അങ്ങോട്ട്. എന്താ അങ്ങനെ? വെയിറ്റ് അങ്ങോട്ട് കൂടുന്നില്ല അങ്ങോട്ട്. അല്ല, കുട്ടീന്റെ വെയിറ്റ് എങ്ങനെയുണ്ട് സ്കാൻ ചെയ്യുമ്പോൾ? അവൾക്ക് സ്കാൻ ചെയ്ത് 5 months അപ്പം ആരംഭിച്ചപ്പോ 50 ഉള്ളായിരുന്നു. വെയിറ്റ് അതുപോലെ അങ്ങോട്ട് കൂടുന്നില്ല അങ്ങോട്ട്. അല്ല, ബേബീന്റെ വെയിറ്റ് സ്കാൻ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഒരു 16 weeks ആകുമ്പോൾ ബേബീനെ സ്കാൻ ചെയ്യേണ്ട ഒരു ടൈം ടേബിൾ ഉണ്ട്. അപ്പൊ ആ ബേബീന്റെ വെയിറ്റ് കംപ്ലീറ്റ് ചെക്ക് ചെയ്യണം. കംപ്ലീറ്റ് ആ 16 ആഴ്ചയിൽ യു മസ്റ്റ് ചെക്ക് ദ ബേബീന്റെ വെയിറ്റും കംപ്ലീറ്റ് ആ മെഷർമെന്റ്സും തലേന്റെ മെഷർമെന്റ്സ് എല്ലാം ചെക്ക് ചെയ്യണം. ഡോക്ടർ, ഈ വയാഗ്ര ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ മൂന്നാമത്തെ ബേബി വരുമ്പോൾ വി വർ പ്രിപ്പയർഡ് ദാറ്റ് ഇറ്റ് ഈസ് വർക്കിംഗ്. അപ്പോൾ അത് ഞാൻ ഓറലായി കൊടുത്ത് ആ കുട്ടി വിത്തിൻ 3-4 doses ബേബി കെയിം ഔട്ട് ഓഫ് ദ വെന്റിലേറ്റർ. അപ്പം 3 ബേബി ആകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വി ഷുഡ് പബ്ലിഷ് ദിസ്. ബിക്കോസ് ഇത് സിമ്പിൾ തിങ്. നമ്മളാ കൊടുക്കുന്ന മെഡിസിൻ ഇപ്പം മറ്റേ നെബുലൈസർ ഒന്നും വേണ്ട, നരമ്പഴി കൊടുക്കണ്ട, ഇറ്റ്സ് ചീപ്പ്. അപ്പോൾ ഒരു ഗുളികിനെ കൊണ്ട് ഒരു കുട്ടി ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ ബിഗ് ഇമ്പാക്ട്. അപ്പോൾ അത് കുറെ കഴിയുമ്പോൾ അത് ഭയങ്കര കോൺട്രവേഴ്സി ആയി. ഞാനത് മറ്റേ എക്സ്പെരിമെന്റ് ചെയ്യാൻ നേരം പറയും. അപ്പോൾ ഈ അമ്മമാർ ഹൂസ് ബേബീസ് വെർ സേവ്ഡ്, അവർ കൗണ്ടറായിട്ട് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ് നിങ്ങളെല്ലാവരും പറയണോ നമ്മളെ കുട്ടി മരിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര വിപ്ലവം ഉണ്ടാക്കി ആ സമയം കേരളത്തിൽ. സോ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇതെല്ലാം അമേരിക്കൻസ് ഇങ്ങനെ വാച്ച് ചെയ്യണം. അപ്പോൾ അമേരിക്കൻസ് പറഞ്ഞ് ദിസ് ഡോക്ടർ ഹാസ് ഡൺ കറക്റ്റ്ലി, ഇഫ് യു ഹാരസ് ഹിം മോർ വിൽ ടേക്ക് ഹിം ടു അമേരിക്ക. അതോടെ അത് ഒതുങ്ങി.
അല്ലെങ്കിൽ ആ ന്യൂസ് വാസ് നിയർ അബ്ദുൽ കലാംസ് ന്യൂസ് ഇൻ ഡൽഹി. കറക്റ്റ്. അതിലേക്ക് വരാം. മറ്റൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ്. ഡോക്ടർ, എന്റെ കുഞ്ഞിനിപ്പം 6 മാസം പ്രായമാണ്. തലയുടെ ബാക്ക് ഭാഗം മാത്രം ഭയങ്കര ചൂട്. അവന് ന്യൂ ബോൺ സ്ക്രീനിങ് ചെയ്തിട്ടുണ്ടോ? ന്യൂ ബോൺ സ്ക്രീനിങ് ജനിച്ച പാട് ചെയ്തിട്ടുണ്ടോ? ന്യൂ ബോൺ സ്ക്രീനിങ് അല്ല, എവിടെയാ ഡെലിവറി? അപ്പൊ അവർ ഒരു ന്യൂ ബോൺ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ന്യൂ ബോൺ സ്ക്രീനിങ് ടെസ്റ്റ് അല്ല, ന്യൂ ബോൺ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഡോക്ടർ ചോദിച്ചത്. അല്ല, ബ്രസ്റ്റ് ഫീഡിംഗ് അല്ല, ന്യൂ ബോൺ സ്ക്രീനിങ് ടെസ്റ്റ്. ന്യൂ ബോൺ സ്ക്രീനിങ് ടെസ്റ്റ്. ഓക്കെ. പക്ഷെ തലേന്റെ ബാക്കിൽ അപ് ടു 1.5 years ചെറിയ കുട്ടി കുറച്ച് സ്വെറ്റ് ചെയ്യും. ദാറ്റ് മേ ബി നോർമൽ. തൈറോയിഡ് ഓക്കെ ആണ്, ഇറ്റ് ഷുഡ് ബി നോർമൽ. ഗ്രോത്ത് എല്ലാം ഓക്കെ ആണോ? ഗ്രോത്തും ഹൈറ്റും വെയിറ്റും ഓക്കെ? She's 6 months and ipo weight നോക്കാണെങ്കിൽ actually 8 kg. 8 that's pretty good. Birth weight എത്രയാണ്? Birth weight she was actually 4. അപ്പോൾ I think sweating up to 1.5 years behind, it's known. Many children known. Thyroid നേരത്തെ ചെക്ക് ചെയ്താൽ then we don't have to worry. But very unlikely to be thyroid because growth is so good. Doctor? അതിപ്പോ ഒന്നും ചെയ്യണ്ട. I think by 1.5 years you will call back again and say it's over. അതുവരെ ഓവറായിട്ട് don't cover him too much. Don't wrap him too much. അവിടെ ഹെയർ ലോസ് ഉണ്ടോ? No hair loss, no? ബാക്കിയെല്ലാം നോർമൽ ആണ്. ബട്ട് സ്ലൈറ്റ്ലി നമ്മൾ കൈ വെച്ച് നോക്കുമ്പോ അങ്ങനെ ചൂടാറില്ല. ബട്ട് ഫേസ് അവിടെ വരുമ്പോഴാണ് ചെറുതായിട്ട് ഒരു ചൂട് തോന്നുന്നത്. അല്ല, ഹാവ് യു ചെക്ക് ദ ear temperature? Ear temperature? എനിക്ക് മനസ്സിലായില്ല. അല്ല, ചെവിയെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്താൽ മതി. ചെവിയിൽ തെർമോമീറ്റർ വെച്ചിട്ട് there are special thermometer to check the ear temperature. If that is normal, nothing to worry. ഞാൻ സാധാരണ പോളിക്ലിനിക് കാണിച്ചിരുന്നു. അപ്പൊ അവര് നോർമൽ ടെമ്പറേച്ചർ എന്നാ പറഞ്ഞത്. Then it must be normal. I think don't worry. I think by 1.5 years it's sort out to you. Okay. Thank you so much for calling. Yeah. Okay. ഇതിനെ കുറിച്ച് ഞാൻ തന്നെ മറന്നുപോയി. Anyway, അപ്പോൾ what happened, even I never knew. Now it has become a standard drug all over the world to save a blue baby. And whichever conference I give lecture, they say, thank God, doctor, this cheap drug is available for us to save blue baby. Because it's very common during complicated delivery. അപ്പോൾ ഈ ഡ്രഗ് ഉപയോഗിച്ചിട്ട് now at least a millions of babies are saved for last 10 years. ഇത് നേരത്തെ ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചെയ്യുന്നു. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഡോക്ടർ, എന്റെ വൈഫ് ഇപ്പോ പ്രഗ്നന്റ് ആണ്. ഓക്കെ. കുട്ടിക്ക് 2.5 വയസ്സായി. അപ്പൊ കുട്ടി എടുക്കുമ്പോ വയറ്റിലിങ്ങനെ പിന്നെ ചവിട്ടുമൊക്കെ ചെയ്യുന്നുണ്ട്. അത് കുറച്ച് അത് വാട്ട് യു ഷുഡ് ഡു, സി ആ മൂത്ത ബേബീന്റെ കൂടെ നിങ്ങൾ ഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യുക. ലൈക്ക് യു ആർ പാർട്ട് ഓഫ്. അപ്പൊ അതൊരു സൈക്കോളജിക്കൽ സിബ്ലിംഗ് റൈവലറി എന്ന് പറയും. അപ്പൊ ദ ബെസ്റ്റ് തിങ് ഫോർ യു ഇസ് ടു ബി വിത്ത് ദ എൽഡർ ചൈൽഡ് ഓൾ ദ ടൈം. ലൈക്ക് യു ആർ സ്പെഷ്യൽ ടു മീ. അത് ബഫർ ചെയ്യും, കുറെ ആ റിയാക്ഷൻസ് ബഫർ ചെയ്യും. പിന്നെ ആഫ്റ്റർ സം ടൈം ആ കുട്ടി കുറച്ചും കൂടി മനസ്സിലാക്കാതെ, അപ്പോൾ യു കൻ ഗിവ് മിനിമൽ കെയർ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ നാപ്പി മാറ്റും. അതിൽ അണ്ടർ സൂപ്പർവിഷൻ യു കൻ ആസ്ക് ഹർ ടു ഡു ഇറ്റ്. അപ്പോൾ ഇറ്റ് വിൽ ബി ഇൻവോൾവ് വിത്ത് ബേബി കെയർ. അപ്പോൾ ഒരു ആന്റഗോണിസം വരില്ല, ഒരു റൈവലറി വരില്ല. ഹലോ. ഓക്കെ. ഹലോ. ഓക്കെ, കോളിൽ എന്തോ ചില ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ, ഡോക്ടർക്ക് തുടരാം. അപ്പോൾ ഇതിപ്പോ ദിസ് ഹസ് ബിക്കം ദ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ഫോർ ഓൾ ബ്ലൂ ബേബീസ് ഇൻ പുവർ കൺട്രീസ്. ഓക്കെ. ഇപ്പോൾ അമേരിക്കയിലെല്ലാം ട്രീറ്റ് ചെയ്യാം, ബട്ട് ദ ട്രീറ്റ്മെന്റ് ഇസ് വെരി കോസ്റ്റ്ലി. അപ്പോൾ ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രീസ് ഓൾ ദ യൂസിങ് ദിസ് മെഡിസിൻ ടു. പക്ഷേ ഇത് കൊടുക്കുന്നതുകൊണ്ട് ആഫ്റ്റർ എഫക്റ്റുകളും മറ്റും സൈഡ് എഫക്റ്റുകളും
അപ്പോൾ നിങ്ങൾ പകുതി ഡോക്ടറായി ഇപ്പോൾ. അപ്പോൾ ഹി ഹാസ് ടേക്കൺ ദ ക്വസ്റ്റ്യൻ ഫ്രം മീ. അപ്പോൾ ഐ ഡിഡ് ദിസ് തിങ്. ഐ ഫോളോഡ് ദീസ് ബേബീസ്, അവരെ ബ്ലഡും ബ്രെയിൻ ഫംഗ്ഷനും സ്കോളാസ്റ്റിക് പെർഫോമൻസ് ഫോർ അപ് ടു 5 years ആഫ്റ്റർ ദ ഗിവൻ ദ മെഡിസിൻ. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ ലോങ് ടേം ഓർ ഷോർട്ട് ടേം സൈഡ് എഫക്ട്സ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഐ ഫോളോഡ് ദീസ് ബേബീസ് അപ് ടു 5 years, almost 12 babies. But one interesting thing came out. The babies who are in near death situation, സാറിന് അവർ സ്കൂളിൽ അത്ര നല്ലോണം പെർഫോം ചെയ്യില്ല. ഞാൻ പറഞ്ഞ for reasons we discussed early. These babies given Viagra within the first few hours after birth, they did better in school than people not given Viagra. അപ്പോൾ അതിപ്പോൾ ആ റിസർച്ച് ഞാൻ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി. അതിലേക്ക് വരാം. ഒരു പ്രേക്ഷകൻ കൂടി നമ്മോടൊപ്പം ചെയ്യുന്ന. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? നിഷ. ഓക്കെ, നിഷ ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഐ ഹാവ് എനിക്ക് ട്വിൻസ് ഉണ്ടായി. ഓക്കെ. അപ്പൊ അതിനകത്ത് ദേ ആർ 3 months old. അപ്പൊ അതിനകത്ത് ഒരു മോളെന്ന് പറയുന്ന അവക്ക് സ്റ്റൊമക്കിലും ഹെഡിലും ഒരു റെഡ് ബൾജിങ് ഉണ്ട്. ഓക്കെ. സോ ഇസ് ഇറ്റ് എ പ്രോബ്ലം? എനിക്കതൊന്ന് അറിയണമായിരുന്നു. എല്ലാ സ്റ്റൊമക്കിലും പിന്നെ സ്റ്റൊമക്കിന്റെ അവിടെയും പിന്നെ ഹെഡിലും ഉണ്ട്. അതിപ്പം ബോൺ കഴിഞ്ഞ് ഇപ്പം 2-3 months ആയപ്പോഴത്തെ അതിന്റെ സൈസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു. ഓക്കെ. അല്ല, ബെസ്റ്റ് തിങ് യൂസ് ടു ടേക്ക് എ സ്നാപ്പ് ആൻഡ് മെയിൽ ഇറ്റ് ടു മീ. അപ്പോൾ നമുക്കിപ്പോൾ വി കാൻ സീ ഇറ്റ്. ആ ഫോട്ടോ, കളർ ഫോട്ടോ എടുത്തിട്ട് മെയിൽ ചെയ്യുന്നതല്ലേ? സോറി ഡോക്ടർ. കളർ ഫോട്ടോ എടുത്തിട്ട് യു മെയിൽ ഇറ്റ് ടു മീ. ഓക്കെ. That will we can diagnose it very easily. So what should I do, doctor? I couldn't get you. അതായത് അതിന്റെ ഒരു കളർ ഫോട്ടോ എടുത്ത് info@ntva.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്യുകയാണെങ്കിൽ ഡോക്ടർ തിരിച്ച് കോൺടാക്ട് ചെയ്ത് അതിന്റെ കുറച്ച് ബ്രീഫ് ഹിസ്റ്ററിയും കോൺടാക്ട് ഫോൺ നമ്പർ. ഓക്കെ. ഓക്കെ. അതൊരു ഡോക്ടർ മോക്ക് തലയിൽ ഇങ്ങനെ വൈറ്റ് സ്കെയിലിംഗ്സ് ഉണ്ട്. അത് കോമൺ അപ് ടു 1 year വരെ ഉണ്ടാവും. അത് 1 year വരെ ഉണ്ടാവും. പിന്നെ ക്രേഡിൽ ക്യാപ്പ് എന്ന് പറയാം. ക്രേഡിൽ ക്യാപ്പ് അത് പോവും 1.5 years. നാട്ടിലുണ്ടാവുമ്പോൾ ഉണ്ടാവില്ല. നാട്ടിൽ വന്നാൽ നമുക്ക് തേച്ച് പിടിക്കാൻ പറ്റുമല്ലോ. ഇവിടെ നമുക്ക് അത് അത്ര പറ്റില്ല. അതുകൊണ്ട് വരുന്നത്. ഡോക്ടർ പിന്നെ അവര് മിൽക്ക് ആർട്ടിഫിഷ്യൽ മിൽക്ക് കൺസ്യൂം ചെയ്യുന്നില്ല. വൈ യു വാണ്ട് ടു ഗിവ് ആർട്ടിഫിഷ്യൽ മിൽക്ക്? എത്ര മാസമായി? ഇപ്പം 3 months കഴിഞ്ഞു. Don't give artificial milk. Nobody told to give artificial milk. A No, recommendation. but they're not getting the enough milk because they have their 2 babies. Well, how do you know? Because it's not filling for them. They cry after that also, after feeding. See, നേരത്തെ in the interview I told you exclusive breastfeeding up to 6 months. അതിൽ there is no question. There is no question mark. അതിന്റെ good effects ഞാൻ പറഞ്ഞു കഴിഞ്ഞു. So don't give artificial feeding. Okay. Please read up the net. Exclusive breastfeeding 6 months benefit. Just put the net and see. Exclusive breastfeeding 6 months. You will never touch the bottle. Okay, doctor. Thank you. Thank you so much for calling. Okay. അപ്പോൾ ഡോക്ടർ ഈ വയാഗ്ര ഇത് കൊടുത്ത കുട്ടികളെ ഫോളോ അപ്പ് ചെയ്തു. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഫാറ്റ് കുറച്ച് ഫാറ്റ് അത് വി ഡോണ്ട് നോ വൈ. അപ്പോൾ മദർ ഇസ് ഹാപ്പി ബട്ട് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ടു ബി ഫാറ്റ്. എനിക്ക് ഫാറ്റ് ഇഷ്ടമല്ല ബിക്കോസ് ലേറ്റർ 30 years ആകുമ്പോൾ ഈ ഫാറ്റ് വിൽ മേക്ക് യു എ ഫാറ്റ് അഡൾട്ട് ആൻഡ് കണ്ടീഷൻ യു ഫോർ ഡയബറ്റീസ് ആൻഡ് ഹൈപ്പർടെൻഷൻ. സോ ഫാറ്റ് കിഡ് നോട്ട് എ ഗുഡ് കിഡ്. ഷാജി ഫാറ്റ് ആക്കിയിട്ടില്ല. ഇല്ല അത് പിന്നീട് എക്സസൈസ് ചെയ്ത് ശരിയാക്കി പേഴ്സണലായിട്ട് പറയാല്ലേ. ഓക്കെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ സ്ലൈഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡോക്ടറെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉണ്ട്. കുട്ടികൾ കരച്ചൽ വളരെ ഒരുവിധം എല്ലാ പാരൻസിനും ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് ന്യൂബോൺ നവജാത ശിശുക്കളോട് അനുബന്ധിച്ചുണ്ടാകുന്ന ചോദ്യമാണ്. അതായത് നിർത്താതെ കരയുന്ന കുട്ടികൾ എന്തുകൊണ്ടായിരിക്കും? രാത്രി കാലങ്ങളിലാവട്ടെ ഒക്കെ കൊച്ചുങ്ങൾ കരയുമ്പോൾ വല്ലാത്ത അസ്വസ്ഥതയാണ്. എന്ത് ചെയ്യണം, എവിടെ കൊണ്ടുപോകണം, എന്തായിരിക്കും പെട്ടെന്ന് അതിനൊരു റെമഡി ആയിട്ട് ഡോക്ടർക്ക് നിർദ്ദേശിക്കാൻ എന്തായിരിക്കും അതിനൊരു? ന്യൂബോൺ ഒരിക്കലും ആ ക്രൈ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് യു നോ ഇപ്പോൾ ഷാജി ഫാദർ ഹി വോണ്ട് നോ മച്ച്. മദർ ഐ ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. മദർ ശരിക്കും ആ കുട്ടീനെ സെക്കൻഡ് ബൈ സെക്കൻഡ് മോണിറ്ററിങ് ദ ബേബി. അപ്പോൾ പാറ്റേൺ ഓഫ് ക്രൈങ്ങിന്റെ വ്യത്യാസം അറിയൂ. ഷാജിക്ക് മനസ്സിലാവും. ഷാജി രാവിലെ പോയി രാത്രി വന്ന് കിടന്നുറങ്ങി പിന്നെ രാവിലെ പോയി. യു വിൽ നോട്ട് നോ. ബട്ട് മദർ പറയാം ബേബി ഈസ് ക്രൈങ് ടു മച്ച് എന്ന് പറയുമ്പോൾ ഐ ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. ബിക്കോസ് കുറേ ലിസ്റ്റ് ഉണ്ട്.
കോമണസ്റ്റ് ലിസ്റ്റിലേക്ക് നമുക്ക് പോവാം. ഇൻ ദുബൈ ദ കോമണസ്റ്റ് കോസ് ഇസ് നോസ് ബ്ലോക്ക് 75%. അപ്പോൾ കുട്ടിയുടെ സ്റ്റോറി സിമ്പിൾ പേരൻസിനോട് ചോദിക്കും. വെൻ ഈസ് ലൈങ് ഡൗൺ ഹീസ് ക്രൈങ്, യു ടേക്ക് ഹിം അപ്പ് ആൻഡ് ഫോർ 5 minutes ഈസ് നോട്ട് ക്രൈങ്, പ്യൂർലി നോസ് ബ്ലോക്ക്. അപ്പോൾ വയറുവേദന കൊണ്ട് ഇങ്ങനെ ഈ സീക്വൻസ് വരില്ല. വൺസ് യു ഹാവ് സ്റ്റമക് പെയിൻ നമ്മളെ കുട്ടീനെ എടുത്തിട്ട് വയറുവേദന പോകില്ലല്ലോ. പക്ഷെ അമ്മമ്മ പറയും അത് വയറുവേദനയാണെന്ന്. നൗ the second part of the story is ഇപ്പോൾ ഈ നമ്മൾ ഈ ഗ്രൈപ്പ് വാട്ടർ ഇതെല്ലാം കൊടുക്കും. ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് ദ ബേബി ബിക്കോസ് ദ മോമെന്റ് ഹീസ് ഇൻ UAE എയർ കണ്ടീഷനിങ് വൈറസിന് വരുമ്പോൾ ഈ നോസ് ബ്ലോക്ക് പോകില്ല. അപ്പോൾ ഇവർ രാത്രി കുറച്ച് കഴിയുമ്പോൾ എന്താ ഈ ഗെറ്റ്സ് റിയലി ഡിസ്കംഫർട്ട് ബിറ്റ്വീൻ 1 AM and 3 AM. വെറുതെ കരയും. പക്ഷേ യു ആസ്ക് വൺ സിമ്പിൾ ക്വസ്റ്റ്യൻ ടു യുവർ സെൽഫ്. ഒരു 5 minutes ബേബി ഈസ് ഓക്കെ, നോസ് ബ്ലോക്ക്, സിമ്പിൾ നോസ് എന്തെങ്കിലും നോസ് ബ്ലോക്ക് ഇട്ടാൽ വിൽ ബി ഓൾ റൈറ്റ്. ബട്ട് ദ സെക്കൻഡ് തിങ് ഈസ് ഇഫ് ഹി ക്രൈസ് ടു മച്ച് then you must go to hospital. ചില സമയം intestinal telescope, that's a surgical condition. അല്ലെ ചില സമയം ബ്രെയിനിന്റെ മോൾ ഫീവർ ഉണ്ടാവും, ബ്രെയിൻ ഫീവർ, മെൻജൈറ്റിസ്, കീപ്പിംഗ് ഓൺ ക്രൈങ്. അല്ലെങ്കിൽ കോളിക് ഇൻ ദ അബ്ഡോമൻ ഡ്യൂ ടു സം നേരത്തെ റീഡർ പറഞ്ഞു you give some extra milk in some other form and that causes colic. Clear no? ഇത് കോമൺ കണ്ടീഷൻസ്. അല്ല ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ബ്രസ്റ്റ് മിൽക്ക് കുറവാണെങ്കിൽ അത്ര അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആക്ച്വലി നോബഡി അഡ്വക്കേറ്റ്സ് ഇറ്റ്. അത് ശരിക്കും അതിന്റെ വെയിറ്റിന്റെ ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടോ ഇല്ലെന്ന് നോക്കും. ഇഫ് ഈസ് മെയിൻറ്റെയിനിങ് ഹിസ് ഗ്രോത്ത് ചാർട്ട് വൈ ഡു യു വാണ്ട് ടു ഗിവ് ബോട്ടിൽ ഫീഡിംഗ്? കറക്റ്റ്. ഇൻഫാക്ട് അമേരിക്ക, US, Australia where I worked, nobody touches bottle. Only in UAE you will find so much bottle use. Where you don't find it. അതെ അല്ലേ. ഓക്കെ. ഇനി മറ്റൊരു ഡോക്ടറുടെ ഇതിൽ തന്നെ വന്ന് മൃഗങ്ങളിൽ നിന്നും മറ്റുമൊക്കെ ഈ പെറ്റ്സിൽ നിന്നൊക്കെ that is a good thing. അത് എന്ത് പറ്റി? ദിസ് ഇസ് ബാംഗ്ലൂർ. അപ്പം ദിസ് ഇസ് 2000 അപ്പോൾ ദിസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ബിക്കോസ് ഇത് കുറേ ഡോക്ടർമാർ നോക്കി ആ കുട്ടീൻ്റെ മുകളിൽ ഇങ്ങനെ സ്പോട്ട്സും ഹൈ ഗ്രേഡ് ഫീവർ ഗോയിങ് ഫോർ 3 weeks. അപ്പോൾ ലാസ്റ്റിൽ ഒരു ഡോക്ടർ രാജീവ് ഉണ്ട് മല്യ ഹോസ്പിറ്റൽ, ലെറ്റ്സ് ഗോ ആൻഡ് ഷോ ഹിം. അപ്പം വെൻ ഐ വെന്റ് baby is sick and this type of patches. Luckily I worked in Australia. Luckily. അപ്പോൾ ഞാൻ ഒരു റോക്കി മൗണ്ടൻ സ്പോട്ടർ ഫീവർ കണ്ടിട്ടുണ്ട് പണ്ട്, ലോങ് ടൈം ബാക്ക്. അപ്പോൾ അതിന് വേണ്ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് പോസിറ്റീവ്. So we gave some medicine which is not supposed to be given to children and the baby escaped. Like it died within 2-3 days. Yeah. അതുകൊണ്ടാണ് that thing came. ഈ ഒരുപക്ഷെ പെറ്റ്സിൽ നിന്നൊക്കെ it comes but it's very rare disease. Very rare disease. അതിന്റെ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ബാക്ടീരിയ. ഓക്കെ. വളരെ വളരെ ഒരുപക്ഷെ ഇവിടെ നമ്മൾ നാട്ടിൽ നേരത്തെ ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു സസ്പെഷൻ നേരെ CID മൂസമാര് ക്യാരക്ടറാണോ പേടിയുണ്ടാവും അല്ലേ? എല്ലാം ഒരു വളരെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്ത് അല്ല ഒരുപക്ഷെ ഓരോ പേജ് ഓപ്പൺ ചെയ്യുമ്പോഴും കൗതുകം കൂടുതൽ തോന്നുകയാണ്. അത്രയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ല. പക്ഷെ ദിസ് ടൈപ്പ് ഓഫ് വർക്ക് ഈസ് ഡെഫിനറ്റ്ലി ലൈക്ക് CID മൂസ. അതെ. ഒരിക്കലും ഒരു ഫ്രാക്ഷൻ ഓഫ് ഡീവിയേഷൻ, ഒരു കുട്ടിയുടെ ബോഡി ക്രൈന് ഒരു ഡീവിയേഷൻ വരുമ്പോൾ വി ഷുഡ് ഹാവ് ഇറ്റ് ഇൻ മൈൻഡ്. ദാറ്റ് വിൽ ഗിവ് ദ ഡയഗ്നോസിസ്. ഇന്നലെ അവൻ ഇങ്ങനെ കരഞ്ഞ്, അതുകൊണ്ട് ഇന്ന് ഐ തിങ്ക് ഈസ് ഗോയിങ് ടു ബി ലൈക്ക് ദിസ്. സോ CID മൂസ ഹാസ് ടു ബി ദേർ എവറി സെക്കൻഡ്. ഓക്കെ. ഇനി നേരത്തെ പറഞ്ഞ പോലെ CPAP ആ പുസ്തകം എഴുതാനുണ്ടായ ശ്രീമതി ടീച്ചർ ചോദിച്ചു എന്താ ഈ CPAP. അപ്പോൾ ശ്രീമതി ടീച്ചർ ഇപ്പൊ എന്റെ നാട്ടുകാർത്തിയായോണ്ട് ഐ എക്സ്പ്ലെയിൻ ടു ഹർ. സോ 2010 ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ആ ബുക്ക് പ്രകാശനം ചെയ്തത്. സോ CPAP എന്ന് പറയുന്നത് വെരി ഓൾഡ് 1970s ടെക്നോളജി ബട്ട് ലോ കോസ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ വാട്ട് ഹാപ്പൻ, എല്ലാവർക്കും വെന്റിലേറ്റർ കെയർ അഫോർഡ് ചെയ്യാൻ പറ്റില്ല ബ്രീത്തിങ് ഡിഫിക്കൽറ്റി വരുമ്പോൾ. അപ്പം ഞാൻ ഈ ടെക്നോളജി ഫസ്റ്റ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 2003 ഇൻ അമൃത. അപ്പോൾ സിമ്പിൾ തിങ്, ഒരു പ്ലഗ് ഇട്ട മാതിരി മൂക്കിൽ കയറ്റുക, ഫുട്ബോൾ മാതിരി ലങ്സ് വികസിപ്പിക്കുക. ടു ടെൽ ഇൻ പ്രാക്ടിക്കൽ ടേംസ്, സിമ്പിൾ ടേംസ്. അതുകൊണ്ട് 78% ഓഫ് ദ ബേബീസ് ഹു ആർ ബോൺ above 7 months pregnancy, premature, can be treated. അപ്പോൾ അത് ചീപ്പായിട്ട് ഡിവൈസ് ആണ്. അതുകൊണ്ട് അതിന്റെ ടെക്നോളജിയും അതിന്റെ ബുക്ക് ഇതുവരെ I think nobody wrote. By default I wrote it. And that became a big hit, another hit. Because such a book is wanted everywhere in the developing world and developing countries. Because ventilator is costly, it is cheap, effective and not invasive. You're not putting a tube in the lung.
മൂക്കിങ്ങനെ പ്ലഗ് കയറ്റിയമാതിരി വെച്ച് Okay. ഫുട്ബോൾ ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ ലങ്സ് സ്റ്റെബിലൈസ്, ബേബി ഈസ് കംഫർട്ടബിൾ Okay. ആൻഡ് ഹി എസ്കേപ്സ്. ഓക്കെ So it's not so simple. Okay. ഞാൻ പറയുന്ന അത്രയും അതെ. അത്ര സിമ്പിൾ അല്ല. ഇറ്റ് ഇസ് ഗോട്ട് ഒരു സ്ട്രക്ചേർഡ് സിറ്റുവേഷൻ വേണം ടു ട്രീറ്റ് ഇറ്റ്. അതെ. എന്നാൽ മാത്രം ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഞാൻ ശ്രീമ ടീച്ചറോട് പറഞ്ഞത് all district hospitals should have CPAP and all medical college and Apex will have ventilator. ഓക്കെ. അതുകൊണ്ട് എല്ലാ ബേബി, no baby in Kerala is far away from respiratory assistance for breathing difficulty. That was my ambition. But teacher seems to have taken it seriously. ഓക്കെ. വളരെ ഇനി ഈ ഒമാൻ മിനിസ്ട്രി ഓഫ് ഒമാൻ അല്ലേ, അവിടെയും ഇത് പ്രകാശനം അവർ അത് ബുക്ക് അവരെ കമ്മിറ്റി റിസർച്ച് ചെയ്തിട്ട് അവർ പറഞ്ഞു ദിസ് ഇസ് ഗോയിങ് ടു ബി യൂസ്ഡ് ബൈ അവർ ഹെൽത്ത് കെയർ ഓൾ ഓവർ ഒമാൻ. ഓക്കെ. ഓൾ ഓവർ ഒമാൻ. ഓക്കെ. ദേ ആർ റിയലി ഇംപ്രസ്ഡ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വളരെ വിശദമായി തന്നെയാണ് ആ കാര്യങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റ് ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഡോക്ടർ NMC ഹോസ്പിറ്റൽ ക്യൂസൈസിലാണ്. എത്ര വർഷമായിട്ട് ഇവിടെ? Almost 4 years. ഇവിടെ ഇത്തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് നിരവധി കേസുകൾ കുറവാണ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ഇറ്റ് ഗോസ് ടു ഗവൺമെന്റ് ഹോസ്പിറ്റൽ. പിന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചൊരു മെഡിക്കോ ലീഗൽ ഇഷ്യൂസ് വരുമ്പോൾ DHA ഭയങ്കര സ്ട്രിക്റ്റാണ്. സോ വി കനോട്ട് ഡു മച്ച്. ഓക്കെ. അപ്പോൾ ജനറലി ഒരു സീരിയസ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഇതുള്ള വി റെഫർ ടു ബിക്കോസ് ലീഗലി സേഫ്. ഓക്കെ. ഓക്കെ. ഈ ഒരു വാർത്ത വളരെ ഇതിന്റെ ഹെഡിങ് വളരെ കൗതുകകരമായത് ഗാഗ വയാഗ്ര. ഇത് എന്താണ് ഇതിന്റെ ഒരു ഓർമ്മകളിലേക്ക് പോവുകയാണെങ്കിൽ? അത് അമൃതയിലുള്ള ടൈമായിരുന്നു. ഓക്കെ. നിങ്ങൾ അതെ. അങ്ങനെയാണ് അതിന്റെ ആ ലങ്സിലെ ബ്ലഡ് വെസൽസ് ഓപ്പൺ അപ്പ് ചെയ്യുന്നത്. ഓക്കെ. ബ്ലൂ കളർ ടൈല്. ഓക്കെ. അങ്ങനെയാണ് ലങ്സ് വരുമ്പോൾ. ഓക്കെ. അപ്പോൾ ബ്ലൂ കളർ ഇൻ ദ ലങ് മീൻസ് ബേബി ഈസ് ഗോയിങ് ടു ഡൈ. ഓക്കെ. റെഡ് മീൻസ് ഈസ് ഓൾറെഡി കം. ഓക്കെ. ആൻഡ് ഈസ് ഗോയിങ് ടു ലിവ്. ഓക്കെ. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഈ വയഗ്ര ഗാഗ എന്ന് പറയുന്ന റീസൺ എന്താ പറയാ, ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ്സ് എ ഹാപ്പി ഒക്കേഷൻ ഫോർ ദ ബേബി. ഓക്കെ. വെൻ ഹി ഗോട്ട് വയഗ്ര ഹി എസ്കേപ്ഡ് ഹിസ് ലൈഫ്. അതെ. കോംപ്ലിക്കേഷൻ ആണ്. എന്തായാലും വളരെ ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് ഡോക്ടറെ പോലെ ഈ മേഖലയിൽ ഏതാണ്ട് നേരത്തെ പറഞ്ഞതുപോലെ 25,000-ൽ പരം കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു എന്താ പറയുക, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു രക്ഷകന്റെ റോളിൽ തന്നെ ഉള്ള ഡോക്ടർ തന്നെ നമ്മൾക്ക് ഇന്ന് അതിഥിയായി ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രേക്ഷകർക്കും വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഒരുപാട് പ്രേക്ഷകർ വിളിക്കുന്നുണ്ട്, SMS അയക്കുന്നുണ്ട്. സമയപരിമിതി മൂലം എല്ലാവരുടെയും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതിൽ ഖേദിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മുതൽ 9 വരെ നിങ്ങളുടെ ആരോഗ്യപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി ആരോഗ്യരംഗത്തെ ഒരു വിദഗ്ധൻ തന്നെ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടാവും. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി നേരുന്നു. ഒപ്പം ഡോക്ടർക്ക് ഒരുപാട് നന്ദി. താങ്ക് യു. നമസ്കാരം. പക്ഷേ ഐ വോണ്ട് ടു സേ വൺ തിങ്. ഓക്കെ. ഡോക്ടർ രാജീവ് ശരിക്കും അറിയപ്പെടുന്ന 25,000 കുട്ടികൾ ജീവിച്ചുകൊണ്ടല്ല, ആസ് എ ഫ്രണ്ട് ആൻഡ് എ ഹ്യൂമൻ ബീങ്. ഓക്കെ. അപ്പോൾ അതാണ് എല്ലാവരും ഈ ഡോക്ടർ രാജീവ് ഇത്ര വേണ്ടപ്പെട്ട ഒരാളായി മാറിയ കേരളത്തിൽ, ഫ്രം ആക്ടേഴ്സ് ഡൗൺ ടു മിനിസ്റ്റേഴ്സ്. ഓക്കെ. ഇതാ റീസൺ. തീർച്ചയായിട്ടും. താങ്ക് യു. എല്ലാ പ്രേക്ഷകർക്കും